അല്ല, നിങ്ങൾ ഇവിടെയൊക്കെ തൂത്തു വരുവാണോ? പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം അത്ര പോരായിരുന്നു. വേവാത്ത അരിയും പിന്നെ കുഴകുഴാന്നിരിക്കുന്ന ഒരു ചിക്കനും. എന്തോന്നാ നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? അല്ല, അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. ഈ നിങ്ങൾ അരിയും പച്ചക്കറിയും കൂടെ ഒരുമിച്ചിട്ടാണോ വേവിക്കുന്നത്? അയ്യോ, അത് ഫ്രൈഡ് റൈസാ. എന്തോന്ന്? ഫ്രൈഡ് റൈസ്. ഓ, പണി എളുപ്പത്തിനാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നിട്ട് ഫ്രൈഡ് റൈസ് എന്നൊരു പേരും. ഇതെന്റെ വീട്ടിൽ വല്ലതും ആയിരിക്കണായിരുന്നു. എന്റെ ചേട്ടൻ അപ്പൊ തന്നെ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേനെ. പാവം പിള്ളേര്. നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണ കഷ്ടപ്പെട്ട് കഴിക്കുമായിരിക്കും ഇവിടെ ഉള്ളവര്. ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമുള്ളതേ ഞങ്ങൾ ഉണ്ടാക്കാറുള്ളൂ. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് അവരുടെ ഇഷ്ടമൊക്കെ? അതെ, ഞാനാ ഇപ്പൊ തീരുമാനിക്കുന്നത്. നിങ്ങൾക്കിപ്പൊ എന്താ വേണ്ടത്? നിങ്ങളോ? എന്നെ നിങ്ങളെന്നോ? ഞാനേ ഞാൻ ചിഞ്ചുമോളുടെ ഒരേ ഒരു അമ്മായിയാ. എന്ന അമ്മായിക്ക് എന്താ വേണ്ടത്? ആ, എനിക്ക് രാവിലെ ഇടിയപ്പം മുട്ടക്കറിയും വേണം. പിന്നെ ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി, വൈകുന്നേരം ചപ്പാത്തിയും കോഴിക്കറി. എടി റാണിമോളെ, നിന്റെ കാര്യം ഓർത്തിട്ട് അമ്മച്ചിക്ക് ഒരു വിഷമമുള്ളൂ. എന്താ അമ്മച്ചി? നിന്റെ കല്യാണത്തിന് മുന്നേ അമ്മച്ചി മിക്കവാറും ജയിലിൽ പോകും മോളെ. അതെന്താ അമ്മച്ചി? മിക്കവാറും അധികം താമസിയാതെ ഇവരെ ഞാനങ്ങ് കൊല്ലും. പിന്നെ ഇതൊന്നും കേൾക്കേണ്ടി വരത്തില്ലല്ലോ. എന്നാ ശരി, ഞാനങ്ങ് ചെല്ലട്ടെ.